അൽ-ഹികായത്തുൽ ഖാംസത്തു വൽ ഇശ്റൂന 25ാമത്തെ ഉദ്ധരണി. ആരെ തൊട്ടാണത്? അൻ അബുൽ ജവ്വാൽ അൽ മഗ്രിബി റഹിമഹുല്ലാഹു തആല, മഹാനവറുകളെ തൊട്ട്. ഖാല, അബുൽ ജവ്വാൽ തങ്ങൾ പറയുന്നു, കുന്തു ജാലിസൻ, ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു, മഅ റജുലിൻ സ്വാലിഹിൻ, ഒരു നല്ലൊരു മനുഷ്യന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എവിടെ ഇരിക്കണ? റബി ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലാണ്. നമ്മുടെ മുത്തുനബി തങ്ങൾ ഇസ്രാ പോയ പള്ളി, മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയില്ല, മസ്ജിദുൽ അഖ്സാറിന് അപ്പള്ളി. അതും കൂടി ഇപ്പൊ ഈ ക്ലാസ്സിൽ ഓർമ്മ കൊണ്ട് വന്ന് പറയാണ്, ഓർമ്മിക്കുന്നത് നല്ലതല്ല. ആ ബൈത്തുൽ മുഖദ്ദസിൽ നല്ല ഒരു സാലിഹായ മനുഷ്യനെ കിട്ടി. ഞാനങ്ങനെ ഇരിക്കുകയാണ്. വൈദൻ ഖൽ ത്വലഅ അലൈനാ ശാബുൻ, അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു യുവാവിനെ കാണാൻ കഴിഞ്ഞത്. ഞങ്ങളെ മേൽ യുവാവ് വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ യുവാവിനവിടെ കാണുകയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടു. എന്താ അവസ്ഥ? വസ്സുബിയാനു ഹൗലു യഖ്ദിഫൂനഹു ബിൽ ഹിജാറത്തി, കുറെ കുട്ടികൾ കല്ലെടുത്തുകാണ്ട് മഹാന്റെ ചുറ്റുഭാഗത്തു നിന്ന് ഇങ്ങനെ കല്ലെടുത്ത് എറിയുന്നുണ്ട്. ഒഴിവായി യഖൂലൂന മജ്നൂൻ, കുട്ടികളൊക്കെ ഭ്രാന്തൻ ഭ്രാന്തെന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വഭാവം. അപ്പൊ ഇതുപോലെ ഇതൊരു ഭ്രാന്തനാന്ന് പറഞ്ഞ് കുട്ടികൾ ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് വിളിച്ചിങ്ങനെ കല്ലെടുത്ത് എറിയണം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്നിട്ടോ അപ്പൊ ദഖലൽ മസ്ജിദ, ആ ചെറുപ്പക്കാരൻ അവിടുന്ന് ഏറുകൊണ്ട് ഈ കുട്ടികളെ ഭ്രാന്തെന്നൊക്കെ പറഞ്ഞ് അതിനൊന്നും മറുപടി കൊടുക്കാതെ മൂപ്പര് വേഗം പള്ളിയിൽ കയറി. ഓഹോ യുനാദി, എത്തരത്തിൽ മഹാൻ വിളിച്ചു പറയുന്നുണ്ട്, വിളിച്ച് പ്രാർത്ഥിക്കണം അവിടെ. അല്ലാഹുമ്മ അരിഹിനി മിൻ ഹാദിഹി ദാർ, പടച്ചവനെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എനിക്ക് സുഖം കൊണ്ട. ഇവിടെ വളരെ പ്രയാസമുണ്ട്. ഇപ്പോ എന്നെ ഭ്രാന്തൻ എന്നെ കളിയാക്കി കല്ലെടുത്ത് എറിയാണ്. അത് ഇവിടുത്തെ സ്വഭാവമല്ലേ, ഇവിടുന്ന് റായത്തും സുഖം കൊണ്ട പടച്ചോനെ എന്ന് പള്ളിയിൽ കയറിയിട്ട് ഈ യുവാവ് അങ്ങനെ പ്രാർത്ഥിച്ചു. ഫഖുൽതു ലഹു ഹാദാ കലാമു ഹക്കീം, ഇത് കേട്ടപ്പോ ഞാൻ ആ യുവാവിനോട് പറഞ്ഞു, ഇതൊരു ഹക്കീമായ ഒരാളെ കലാമാണല്ലോ, ഇതൊരു ഹക്കീമിന്റെ വചനമാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഫമിൻ ഐനലക്ക ഹാദിഹിൽ ഹിക്മത്തും, എവിടുന്നാണ് താങ്കൾക്ക് ഹിക്മത്ത് കിട്ടിയത്? ഇത് വല്ലാത്തൊരു തത്വജ്ഞാനമാണല്ലോ, ഇത് ഞങ്ങൾക്കാർക്കും പെട്ടെന്ന് മനസ്സിലാകാത്തൊരു തത്വം. അവക്കാല, ആ യുവാവ് പറഞ്ഞു, മൻ അഖ്ലസലില്ലാഹിൽ ഖിദ്മത, അള്ളാഹു തആലാക്ക് വേണ്ടി ഖിദ്മത്ത് ആരെങ്കിലും തനിപ്പിച്ചാൽ, ആത്മാർത്ഥമായി അള്ളാഹു തആലാക്ക് ഇബാദത്ത് ചെയ്താൽ, ഔറതഹു തറായിബൽ ഹിക്മത്തി, എന്നാൽ തത്വജ്ഞാനത്തിന്റെ പുതിയ 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 ഓരോ കാര്യങ്ങൾ അള്ളാഹു തആല അവനിങ്ങനെ അനന്തരമാക്കി ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും. വ അയ്യദഹു, അള്ളാഹു അവനെ ശക്തിപ്പെടുത്തും. ബി അസ്ബാബിൽ ഇസ്മ, കാവൽ എന്ന ഒരു കാരണങ്ങൾ. കാവൽ എന്ന് പറഞ്ഞാൽ മറ്റു പലതിനെ തൊട്ടും തെറ്റുകുറ്റങ്ങളെ തൊട്ടൊക്കെ കാവൽ നൽകുക എന്നൊരു പല കാരണമുണ്ട്. അത്തരം കാരണങ്ങളെ കൊണ്ട് ആ മനുഷ്യന് ശക്തി ലഭിക്കുകയും തത്വജ്ഞാനങ്ങൾ പുതിയതിന് ലഭിക്കുകയും ചെയ്യും. അള്ളാഹ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇബാദത്ത് ജീവിക്കണം എന്നർത്ഥം. വലൈസ ബി ജുനൂനൻ, എത്തരത്തിൽ എന്റെ ഇരുത്തി പിരാന്തും, എനിക്ക് പിരാന്തൊന്നുമില്ല മനെ പറഞ്ഞു കൊടുക്കുകയാണ്. വസലക്കുൻ, അങ്ങനെ കാല് വഴുതി വീഴുക അല്ലെങ്കിൽ ഭ്രാന്തി, ഇതൊന്നും എനിക്കില്ല. ബൽ, പിന്നെയോ കലക്കും ഫറക്കും, എനിക്കുള്ളത് കലക്കും ഫറക്കുമാണ്. കലക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ശാന്തതയില്ല, ആകെ വെപ്രാളമാണ്. ഫറക്കുൻ, പേടിയുമാണ്. അള്ളാനെ ഓർത്തിട്ട്, ആഖിറത്തെ ഓർത്തിട്ട് പേടിയാണ്, അല്ല ദുനിയാവിന്റെ കാര്യം ഓർത്തിട്ടല്ല. ആ ഒരു പേടിയും ആ ഒരു വിഷമം എന്നും ഉണ്ട് എന്നല്ലാതെ, അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പുറത്തേക്ക് പ്രകടമാകുമ്പോൾ ഭ്രാന്തൻ രൂപത്തിലാകും. അതുകൊണ്ടാണ് കുട്ടികൾ എന്നെ ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞ് കല്ലെടുത്തെറിയുമെന്ന് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് യഥാർത്ഥത്തിൽ ഭ്രാന്തില്ല. എന്നിട്ട് പറയും നോക്കുക, സുമ്മ ജാല യഖൂലു, പിന്നീട് ആ മഹാൻ ഇങ്ങനെ പാടുകയാണ്. എന്ത്? ഹജർതൽ വറാ ഫീ ഹുബ്ബി മൻ ജാദ ബിൻ നഈമി, ഹജർത്തുൽ വറാ ഫീ ഹുബ്ബി മൻ ജാദ ബിൻ നിഅമി, വഇഫ്തൽ വറാ ശൗഖൻ ഇലൈഹി ഫലം അനും. ഹജർത്തുൽ വറാ, സൃഷ്ടികളെ ഞാൻ വെടിഞ്ഞു, ആരോ ലോകി എനിക്കില്ല. എന്ത് വിഷയത്തിൽ? ഫീ ഹുബ്ബി മൻ ജാദ ബിൻ നിഅമി, അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന രാജാതിരാജനായ റബ്ബിന്റെ പ്രേമത്തിൽ
സൃഷ്ടികളൊക്കെ ഞാൻ വെടിഞ്ഞൊഴിവാക്കി. അപ്പൊ അള്ളാഹുള്ള പ്രേമം മാത്രമേ എനിക്കുള്ളൂ. വൈഫ്തുൽ വറാ ശൗഖൻ ഇലൈഹി ഫലം അനും. അള്ളാഹുവിലേക്കുള്ള പേടിയും ആഗ്രഹവും ഉള്ളത് കൊണ്ട് സൃഷ്ടികളൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടു. ഞാൻ ഉറങ്ങുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല അള്ളാന്റെ കാര്യത്തിൽ ചിന്തിച്ചിഷ്ടപ്പെട്ട് ജീവിച്ചത് കൊണ്ട്. ഭ്രാന്ത് കൊണ്ട് എന്റെ ഹൃദയത്തെ ഞാൻ പൂശി. അലൽവറ സൃഷ്ടികളുടെ മേല്, സൃഷ്ടികൾക്ക് ഞാൻ ഭ്രാന്തനാണ് ഓരോ കാഴ്ചപ്പാടില്. യഥാർത്ഥ ഞാൻ ഭ്രാന്തനല്ല. എന്തിനാണത്? എന്നിലുള്ളതായ ഒരു കാര്യം മറച്ചു വെക്കാൻ വേണ്ടി. അതെന്താണ്? മിൻ ഹവാഹു, പടച്ച റബ്ബിനോടുള്ള പ്രേമമാണ് എന്റെ മനസ്സിലുള്ളത്. അത് ഞാൻ ആർക്കും പ്രകടമാക്കി കൊടുക്കാതെ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ഭ്രാന്തനായി, എന്തായി, എന്റെ ഹൃദയത്തിൽ ഭ്രാന്തനായിക്കൊണ്ട് ഞാൻ പൂശി അഭിനയിച്ചു. പവങ്കതമ, അങ്ങനെ ഞാനെന്തായിരുന്നു, അത് മറച്ചു വെച്ചു. പക്ഷെ അത് മറയുന്നില്ല, അത് പ്രകടമായി വന്നു. അതേ പണ്ടായത്, അത് വെളിപ്പെട്ടു പോയി. فلما رأيت السوق بالحب بائحا كشفت كناعي ثم قلت نعم نعم. അങ്ങനെ فلما رأيت السوق بالحب, ആ ഹുബ്ബ് കൊണ്ടുള്ള ഷൗക്കിനെ ഞാൻ കണ്ടു. ബായിഹൻ, അത് വെളിവായതായി കണ്ടു. പടച്ച റബ്ബിനോട് സ്നേഹിച്ചിട്ട് സൗക്കിലേക്ക് എത്തിയ അവളൊരാശിക്കായി പോയി. അത്രത്തോളം പ്രേമത്തെ ഞാൻ വെളിവായ്പെടുന്നത് കണ്ടപ്പോൾ കശബ്തു അൻകനായി, എനിക്ക് മതിയാവുന്ന കാര്യങ്ങളുണ്ട്, അത് കിട്ടിയോണ്ട് മതിയാകുക എന്നുള്ളത്, അത് ഞാൻ പ്രകടമാക്കി. സുമ്മ ഖുൽതു നഅം നഅം, അതെ, മതി മതി മതി, അതെ അതെ എന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണ് ഞാൻ. ഇതാണ്ട് നിലപാട്. فإن قيل مجنون فقد جنني الهوى وإن قيل مستهم فما بي من سقمي. فإن قيل مجنون, ഇനി ഭ്രാന്തനാണെന്ന് പറയപ്പെടുകയാണെങ്കിൽ കുറ്റപ്പെടുത്താനില്ല. ഫഖദ് ജന്നനിൽ ഹവ, അള്ളാഹുള്ള പ്രേമം, ആ ഒരു ഇസ്ക് എന്നെ ഭ്രാന്തനാക്കി മാറ്റി. വൈങ്കീല മിസ്കാമുൻ, ഇനി രോഗം ഉള്ളവനാണെന്ന് പറയുകയാണെങ്കിലോ ഫമാബി മിൻ സഖമി, എനിക്ക് യാതൊരു രോഗവുമില്ല. എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ജനങ്ങൾക്കിടയിൽ ഞാൻ ഭ്രാന്തനായിക്കോട്ടെ. വഹഖൽ ഹവാ വൽ ഹുബ്ബു വൽ അഹ്ദു ബൈനനാ وحرمة روح الأنس بحندس الظلم وحق الهوى والحب والعهد بيننا, നമുക്കിടയിൽ കരാറുകളും സ്നേഹങ്ങളും പ്രേമങ്ങളും സ്ഥിരമായി ഉറച്ചു. ഹുർമത്തു റൂഹിൽ ഉൻസ്, ഇനി ആനന്ദിക്കുക, നേരം പോക്കാവുക എന്ന ആത്മാവിന്റെ ബഹുമാനം. ഫി ഹന്തസില്ലുലമി, കൂരിരുട്ടുകളിലാണ് ഉള്ളത്. അതാർക്കും അറിയൂലല്ലോ അതിനർത്ഥം. കൂരിരുട്ടിൽ ആണ് അള്ളയുമായുള്ള നേരം പോക്കാവുക എന്ന ആത്മാവിന്റെ അഭിമാനവും അന്തസ്സൊക്കെ ഉള്ളത് അവിടെയാണ്. ലഖദില്ലാമനിൽ വാശൂന ഫീക ജഹാലതൻ ഫഖുൽതു ലിതർബി അഫ്സിൽ ഉദ്റ ബഅതശമാ. ലഖദില്ലാമനി, എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അൽ വാഷൂന, വാഷൂൻ എന്ന് പറഞ്ഞാല് അസൂയ മൂലം, പോര് മൂലം വർത്തമാനങ്ങൾ ഉദ്ധരിച്ച് കൂട്ടി പറയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ്. അവർ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഫീക്ക, എന്റെ കാര്യത്തിൽ അവർ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ജഹാലത്തൻ, അത് വിവരമില്ലാത്തത് കൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെ ഞാൻ എന്റെ അവയവത്തോട് പറഞ്ഞു, കാരണമൊക്കെ വെളിവാക്കി കൊടുത്തതായി തന്നെ എന്റെ അവയവത്തിനോട് അങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു. പഴുത്തശമ, അങ്ങനെ അവയവം നാണിക്കുകയാണ് കാര്യം പറയാൻ. അങ്ങനെ
وأخبرهم أن الخباء يورث السقما. അങ്ങനെ എന്റെ അവയവം എന്തായി? അവരെ കുറ്റപ്പെടുത്തുകയാണ്, സംസാരിക്കാതെ കുറ്റപ്പെടുത്തി, മൗനവൃദ്ധം. അവ മൗനത്തിലൂടെ അവരെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ അവരോട് പറയുകയാണ്, എന്റെ അവയവം ഈ പ്രേമം എന്ന് പറയുന്ന സംഗതി അതിൽ മൂത്തു കഴിഞ്ഞാൽ അത് രോഗത്തെ ഉണ്ടാക്കി തീർക്കും. അതവിടെ ഉള്ളു, ഭ്രാന്തൊന്നുമല്ല. അമർച്ച, ഈ അമർച്ച കാരണം കൊണ്ട് യാദൽ മന്നി, ഗുണങ്ങൾ ഉടയതായ പടച്ചവനെ, ലാ തുബഇദ്നി, നീ എന്നെ അകറ്റരുതേ, വഖർരിബ് മസാരി മിൻക, നിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം. അതായത് എന്റെ സന്ദർശനം നിന്നോട് അടുപ്പിച്ചുകൊണ്ട് റബ്ബേ, യാ ബാരി അന്നസമേ, സൃഷ്ടികളെ സൃഷ്ടിച്ചതായ പടച്ചവനെ, ആത്മാവിനെ സൃഷ്ടിച്ച പടച്ചവനെ, നിന്നുള്ള അടുപ്പം എന്റെ സന്ദർശനം ആക്കിത്തരണം, നീ എന്നെ അകറ്റല്ല പടച്ചവനെ എന്ന് പാടി പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കാല അബുൽ ജവ്വാൻ എന്നവർ പറയുന്നു, ഫഖുൽതു, ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അഹ്സൻത, നല്ലൊരു അറിവുള്ള ഒരാള്, നല്ലൊരു ഉപദേശം, എന്തോ ഒരു നല്ലൊരു കാര്യമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. ലഖദ് ഖലത മൻ സമ്മാക മജ്നൂൻ മജ്നൂന, താങ്കൾ ഭ്രാന്തനാണെന്ന് ആരൊക്കെ നിങ്ങൾക്ക് പേര് വെച്ചോ അവർക്ക് പേര് പറ്റി, അവര് പേച്ചുപോയി. ഇത് പറഞ്ഞപ്പോൾ പനറയിലയ്യ വബക്ക, അദ്ദേഹം എന്നെ കൊള്ള നോക്കിക്കരഞ്ഞുപോയി. കാരണം അബുൽ ജവ്വാൽ അല്ലി പറയുന്ന ബുദ്ധിമാനാണെന്ന് ഉപർക്ക് മനസ്സിലായി. അങ്ങനെ നോക്കി സങ്കടപ്പെട്ട് കരഞ്ഞു. നുടുവക്കാല, മഹാൻ പറയുകയും ചെയ്തു, അവലാ തസ്അൽനി അനിൽ ഖൗമി കൈഫ വസലു വത്തസലു. എന്നിട്ട് മഹാനതാ ഈ യുവാവ് അബുൽ ജവ്വാൽ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് എന്നെന്താ ചോദിക്കാറൊന്നുമില്ലേ? മുൻകഴിഞ്ഞു പോയ നല്ല മഹാന്മാരെ കുറിച്ചൊരു ചോദ്യല്ലേ? അവർ എങ്ങനെയാണ് ചേർത്തത്, എങ്ങനെയാണ് ചേർന്നത്, അതായത് ചേർക്കാനുള്ള വഴികളൊക്കെ അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാ, അതിനെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്കില്ലയോ? അപ്പൊ കൊൽത്തു, ഞാൻ പറഞ്ഞു, ബലാ അഖ്ബിർനി, അതെ എനിക്ക് ചോദിക്കാണ്ട് നിങ്ങൾ പറഞ്ഞു തരണം. ഫഖാല, അപ്പോൾ ഈ യുവാവ് എന്നോട് പറഞ്ഞതെന്താ? തഹ്ഹറുൽ അഖ്ലാഖ, സ്വഭാവങ്ങളൊക്കെ അവർ ശുദ്ധി വരുത്തി. വറളൂ മിൻഹു ബിയസീരിൻ, അള്ളാന്റെ ഭാഗത്ത് നിന്ന് കുറഞ്ഞത്, ബിയസീരിൽ അർസാഖി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കുറഞ്ഞതായിരിക്കുന്ന ഭക്ഷണം കൊണ്ട് അവർ തൃപ്തിപ്പെട്ടു. പടച്ച റബ്ബിനോട് ഇഷ്ടമുള്ളതിനാൽ അവരതാ പല ഭാഗങ്ങളിലൂടെയായി അങ്ങനെ സഞ്ചരിച്ചു പോയി. സത്യം എന്നതുകൊണ്ട് അവർ എന്തായി വസ്ത്രം അണിഞ്ഞു. വറുത്തതു ബിൽ ഇഷ്ഫാഖി, പടച്ച റബ്ബിനെ സ്നേഹിക്കുക എന്നതുകൊണ്ട് അവർ തട്ടമിട്ടു. എന്ന് പറഞ്ഞാൽ മേൽഭാഗം ഫുള്ള് വസ്ത്രം ധരിച്ചത് അതുകൊണ്ടാണ്. നശ്വരവും നൈമിഷികമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അവർ വിറ്റു. ശാശ്വതമായി ഒരിക്കലും നശിച്ചു പോകാത്ത അനന്തലോകമായിരിക്കുന്ന ആഖിറത്തിന് പകരം ഈ ദുനിയാവിനെ അവർ വിറ്റു. പന്തയം വെച്ച് മുന്നോട്ട് കുതിക്കുക, പന്തയക്കാർ കുതിച്ചു പായുക എന്ന മത്സരം. പന്തയ മത്സരത്തിന്റെ മൈതാനി അവർ വാഹനം കയറി. നിപുണന്മാരായ ബുദ്ധിചിന്തകന്മാരായ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കി നെല്ലും പതിരൊക്കെ തിരിച്ചെടുത്ത് മുന്തിയത് കണ്ടെത്തുന്നതായ മഹാന്മാരെങ്ങനെ പരിശോധിക്കും, എങ്ങനെ പരിശ്രമിക്കും? അതുപോലത്തെ പരിശ്രമം അവർ പരിശ്രമിച്ചു, നല്ലോണം കഠിനാധ്വാനങ്ങൾ ചെയ്തു എന്നർത്ഥം. അങ്ങനെ ഭക്ഷണം നൽകുന്നവനായ ഏകനായ അള്ളാഹുവിലേക്ക് അവർ എത്തിച്ചേർന്നു. ഇതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആയത്. എല്ലാവരും വെടിഞ്ഞു. അങ്ങനെ വസറുദുഹും വിശ്വവായഖി, അവരുടെ പോകലും ഓടിപ്പോകലൊക്കെ മലമുകളിലായി. സൃഷ്ടികളെ തൊട്ട് അവരെന്താണെന്നറിയാമോ? അദൃശ്യമായി, ജനങ്ങൾക്കിടയിൽ അവരെ കാണാൻ കഴിയൂല, അവർ അകന്നകന്നു പോയി.
അള്ളയാണ് ചിന്തം, പ്രപഞ്ചയില്ല, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അള്ളയാണെന്ന ചിന്തയിലൂടെ ഈ സൃഷ്ടികളുമായ യാതൊരു ബന്ധത്തിനും ഏർപ്പെടാതെ അവകന്നകന്ന് മലനാടുകൾ കയറി പർവ്വതത്തിന്റെ ഉയർന്ന മുകളിലേക്ക് അവർ പോയി. ലാത്തീഹിന്താറുൻ, ഒരു വീടും അവർക്ക് അഭയം നൽകുന്നില്ല. വലായുഖർബുഹും ഖറാറുൻ വലായുഖർബുഹും ഖറാറുൻ, ഒരു സ്ഥിരമായി നിർത്താൻ പറ്റുന്ന ഒന്നും അവരുടെ അടുക്കുന്നില്ല. അല്ലെങ്കിൽ വലായുഖർബുഹും ഖറാറുൻ, സ്ഥിരമായി നിർത്താൻ പറ്റുന്ന ഒന്നും അവരടുപ്പിക്കുന്നില്ല. ആ വിധത്തിൽ അവർ അകന്നകന്നു പോവുകയാണ്. വന്നറുയിലേഹിം, അത്ര മഹാന്മാരിലേക്ക് നോക്കുക എന്നത് എത്തിബാറുന്നതൊരു പാഠം ഉൾക്കൊള്ളലാണ്. മഹബത്തും, ഇത്തരം ആളുകളെ സ്നേഹിക്കലോ ഇഫ്തിഖാറുന്നത് അന്തസ്സും പവറുമാണ്. വഹും, ആ മഹാന്മാരാകുന്നത് സഹുവത്തു അബ്റാർ, നല്ല മനുഷ്യന്മാരാണ്. മനുഷ്യർ കൂടുതൽ ഗുണങ്ങളെ കൊണ്ട് മനസ്സ് തെളിഞ്ഞ ശുദ്ധന്മാരായവരാണവർ. ഓ റഹിബാറുൻ അഹിബാർ, നല്ല ചിന്തകന്മാരും നല്ല പണ്ഡിതന്മാരും നല്ല ആത്മജ്ഞാനമുള്ള തത്വജ്ഞാനികളായ മഹാരഥന്മാരാണവർ. മദാഹുമുൽ ജബ്ബാർ, പടച്ച റബ്ബ് അവരെ പുകഴ്ത്തിയിട്ടുണ്ട്. വസമഹുൻ നബിയുൽ മുഖ്താർ, പുന്നാർ നബി തങ്ങൾ അവരെ വിശേഷണം പറഞ്ഞിട്ടുണ്ട്. ഇൻ ഹദറു ലം യുറഫു, അവര് ജനസദസ്സിൽ വരികയാണെങ്കിൽ അവരെ പറ്റി ആർക്കും അറിയാൻ കഴിയുകയില്ല. വയൻ വാബു, ജനങ്ങളെ തൊട്ട് മറഞ്ഞു പോവുകയാണെങ്കിൽ ലം യഫ്തഖിദു, അവരില്ലാതെയായിട്ടില്ല. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അറിയൂല, ജനങ്ങളെ തൊട്ട് മറഞ്ഞു പോയി ഇല്ലാതില്ല, അവിടെ കടയിലുണ്ട്. മാത്തു, അവരെങ്ങാനും മരിച്ചു പോയാലോ ലം യുഷ്അദ്, അവരിലേക്ക് സന്നിഹിതമാക്കപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ആൾക്കാരും കൂടി വരികയില്ല. കാരണം ഇവരെ പറ്റി യാതൊരു പരിചയമില്ല, ഇവരെ കുറിച്ച് ആരാണെന്ന് അറിയൂല. ആ നിലപാടിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൽ ജനങ്ങൾക്കിടയിലൂടെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം അതാ ഒരു 4 വരിപ്പാട്ട്, 4 വരി. സുമ്മ അൻസായഖൂൽ, പിന്നീട് മകൻ പാടിക്കൊണ്ട് പറയുന്നു. എന്ത് പറഞ്ഞു? കും മിൻ ജമീഇൽ ഖൽഖി മുസ്തൗഹിഷ മുസ്തഇനിസം ബിൽ വാഹിദിൽ ഹഖി. കുന്നി, ഐക്ക സഹോദര, മിൻ ജമീഇൽ ഖൽഖി, സർവ്വ സൃഷ്ടികളെ തൊട്ടും, മുസ്തൗഹിഷൻ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവനായിക്കോ, ആരും കൂട്ടുകൂടണ്ട. മുസ്തഇനിസം ബിൽ വാഹിദിൽ ഹഖി, യഥാർത്ഥ വാഹിദായ അല്ലാഹ്, ആ അള്ളാനെ കൊണ്ട് മാത്രം നീ ആശ വെച്ചോ. നീ എന്തായിക്കോ, നേരം പോക്കായിക്കോ, നീ സന്തോഷിച്ചോ, വേറൊന്നും വേണ്ട. വസ്ബിർ ഫബിസ്വബരി തനാലുൽ മുനാ വർളാ ബിമാ യജ്രി മിനർ റിസ്ഖി. വസ്ബിർ, നീ ക്ഷമിച്ചളാ, സഹിച്ചളാ. ഫബിസ്വബരി, സഹിക്കൽ കൊണ്ട്, തനാലുൽ മുനാ, നിനക്ക് കൊതിച്ചത് ഏതെല്ലാം കാര്യമുണ്ട് അത് കിട്ടും. വർള ബിമാ യജ്രി മിനർ റിസ്ഖി, ഭക്ഷണമായിട്ട് അല്ലാഹുത്തൽ തന്നതെന്താണോ അതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടോ. മുന്തിയൊന്നും ചോദിക്കണ്ട, കിട്ടിയ മാത്രം തിന്നുക. വഹദർ മിനൻ നുത്ഖി വആഫാതിഹി വആഫാത്തുൽ മുഅ്മിനി ഫിന്നൂത്ഖി. വഹദർ, നീ പേടിച്ചള. മിനൻ നുത്ഖി, സംസാരിക്കലിനെ തൊട്ട് പേടിക്കണം. വആഫാതിഹി, സംസാരിക്കുമ്പോൾ പല അപകടങ്ങളും വരും. നാക്കുകൊണ്ട് വീണുപോയാൽ പലതും സംഭവിക്കാം. അതുകൊണ്ട് സംസാരിക്കണ്ട, ആവശ്യത്തിന് മാത്രം. വആഫാത്തുൽ മുഅ്മിനി ഫിന്നൂത്ഖി, ഒരു സത്യവിശ്വാസിയുടെ അപകടം, ഒരു സത്യവിശ്വാസ നാശം എന്തിലാണ്? സംസാരത്തിലാണ്. അപ്പൊ കരുതിക്കൊണ്ട് സംസാരിക്കണം. സംസാരങ്ങൾ അറുത്ത് മുറിച്ച് നല്ലോണം വളർന്നു മുറിച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കണം. ആർക്കും ഒരു അപകടം വരുത്തരുത്, കുറ്റത്തിന് വഴിയാവരുത്. ആ രൂപത്തിലായിരിക്കണം സംസാരിക്കേണ്ടത്. വജുദ് ഫിസ്സൈരി വസമ്മിർ കമാ ശമ്മറഹിലു സബിഖിൽ ലിസബിഖി. വജുദ് ഫിസ്സൈർ, നടത്തത്തിൽ നല്ലോണം നീ അധ്വാനിച്ചോ, പരിശ്രമിക്കോ. ശമ്മിർ, നീ പരിശ്രമിക്കും ചെയ്ത്. കമാ ശമ്മറഹിലു സബിഖിൽ ലിസബിഖി, പന്തയം വെച്ച് മത്സരിച്ചോടുന്ന ആളുകൾ മത്സരത്തിൽ നിന്ന് മുന്നോട്ട് കുതിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് പോലെ പരിശ്രമിച്ചോ. ഉലൈക സഫവതു മിമ്മൻ സമാ വഖൈറത്തുല്ലാഹി മിനൽ ഖൽഖി. ആ കൂട്ടർ ആരറിയാ? സഫവതു മിമ്മൻ സമാ,
ഉയർന്ന ആൾക്കാരെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന തെളിച്ചമുള്ളവരാണവർ, എല്ലാം കൊണ്ടും മികച്ചവരാണവർ. സൃഷ്ട കൂട്ടത്തിൽ അള്ളാന്റെ ഇഷ്ടദാസന്മാരും ഉന്നതന്മാരുമാണ് അവർ എന്ന് പാടി പറഞ്ഞു കൊടുത്തിട്ട് കാല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ഈ മഹാൻ പറയുന്നു, ദുനിയ എന്റെ ഹദീസിഹി, ഈ യുവാവിന്റെ വർത്തമാനം പാട്ടൊക്കെ കേട്ടപ്പോഴേ ഈ പ്രപഞ്ചത്തെ തന്നെ എനിക്കെന്തായും മറപ്പിക്കപ്പെടുകയുണ്ടായത്. ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞാൻ ഈ പ്രപഞ്ചത്തിൽ അല്ലാതെ മാറി, എവിടെയോ ലോകത്താ. സ്വമ്മവല്ല ഹാരിബൻ, അത് പറഞ്ഞു പിന്നെ ഓടിപ്പോയി, പിന്നെ നിന്നില്ല. ആ യുവാവിന്റെ മേൽ ഞാൻ വളരെ സങ്കടത്തിലും ദുഃഖത്തിലുമായി മാറി എന്നല്ലാതെ എനിക്കാളെ കിട്ടിയില്ലാണ് പോയി. ഇത്തരം തത്വങ്ങൾ അബൂജവ്വാലുമായി ഉണ്ടായ സംഭവമാണ്. ആ യുവാവുമായിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് എന്തൊരു ചിന്ത, എന്തൊരു കവിതകൾ, എത്ര ആലോചിക്കാറുണ്ട് നമ്മുടെ ജീവിതം. എന്താണ് ആ മഹാൻ പാടിയതും പറഞ്ഞതും. ആ മഹാനെ കുറിച്ച് ഭ്രാന്തൻ അത്തരം ആളുകൾ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകും. നമ്മളെ കാഴ്ചപ്പാടൊക്കെ ഭ്രാന്തന്മാരായിരിക്കും. പക്ഷേ അവർക്ക് അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. അള്ളാഹു ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഉന്നത നിലവാരത്തിൽ ആ മഹാന്മാരോട് ഒന്നിച്ച് സ്വർഗീയ ലോകത്ത് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.